കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. ആ പ്ലാനിൽപ്പെട്ട് അങ്ങനെ മഹേശന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ സമനിലയില്ലാതെ ഓടി നടക്കുവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നന്ദേനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ബാവച്ചൻ തയ്യാറാക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു മഹേശന്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിച്ചടിക്കൊണ്ട് നന്ദ ഇന്ത്യവരത്തിലേക്ക് തിരികെ വരുവാണ്. ഒരിക്കലും മഹേശന്റെ അത് പ്രതീക്ഷിച്ചില്ല. അപ്പൊ താൻ കുഴിക്കുക കുടിക്കൽ നന്ദ പെടും, നന്ദയുടെ അവസാനമായി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മഹേശ്വരന് 8ന്റെ പണി കൊടുത്ത ഗാഥയുമായിട്ട് നന്ദ വീട്ടിലേക്ക് വരുന്നേ. പിന്നീട് നന്ദ നേരെ ഗാഥേനെ ഗൗതമിന് പരിചയപ്പെടുത്താനായിട്ട് ഗൗതമിന്റെ മുറിയിലേക്ക് കൊണ്ടുവരുവാണ്. ഗാഥയ്ക്കൊരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് താൻ തന്നെ ആംഗ്ലേനെ കാണാൻ വേണ്ടി പോകുന്നത്. ഒരച്ഛൻ്റെ മക്കളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതുവരെയായിട്ട് നേർക്ക് നേരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തനിക്ക് അച്ഛൻ എന്ന് പേരെടുത്ത് പറയാനായിട്ട് ഒരാളില്ല. മഹേശൻ ഉണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഒരിടത്തും അങ്ങനെ പറയാൻ തനിക്ക് അനുവാദമില്ലായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു സങ്കടം ഗാഥയ്ക്കുണ്ട്. പിന്നീട് ഗൗതമിന്റെ അടുത്ത് വന്നിട്ട് നന്ദ പരിചയപ്പെടുത്തുന്നുണ്ട് ഗാഥേനെ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗൗതം പിന്നെ ഗാഥയോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് ബാലാജിയുമായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ അതെല്ലാം വള്ളി പുള്ളി വിടാതെ തന്നെ ഗാഥ പറയുകയാണ്. പിന്നീട് നന്ദ നേരെ ഗാഥേനെ കൊണ്ട് മുറിയിലെത്തിട്ട് പറഞ്ഞു ഇവിടെ റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് മുറിയിലേക്ക് വരുവാണ്. ഈ ഗൗതം ചോദിച്ചു, നീ എന്തിനാ നന്ദ ഈ വേണ്ടാത്ത പരിപാടികളൊക്കെ ചെന്ന് തലയിടുന്നേ? അവളുടെ വീട്ടിൽ വിട്ടാൽ പോരായിരുന്ന, നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദ പറഞ്ഞു, എനിക്ക് അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല ഗൗതം സാറ്. പിന്നീട് നന്ദയോട് ചോദിക്കുന്നു, ഇത്ര സമയം നീ എവിടെയായിരുന്നു? നന്ദ പറഞ്ഞു, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു ഗാഥേനെ. എനിക്ക് അവളെ രക്ഷിക്കണമായിരുന്നു. അന്നത്തെ പിന്നെ അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായില്ലായിരുന്നു. ബാലാജി അവിടെ വന്ന് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാ ഗൗതം സാർ ഞാൻ അങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ട് വന്നേ. എന്നെ എല്ലാവരുടെ മുന്നിൽ നിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപക്ഷെ ഗൗതം ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, തന്നോട് പറഞ്ഞിട്ടാണ് നന്ദ ഗാഥയെ കൂട്ടിക്കൊണ്ട് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും കൺമുന്നിൽ നന്ദ കുറ്റക്കാരിയാനും. ആ സെക്കൻഡിൽ തന്നെ ഒരുപക്ഷെ നന്ദയോടൊപ്പം തന്നെ ഗാഥയോടൊപ്പം തന്നെ നന്ദേനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാനും. അപ്പൊ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗതം മനഃപൂർവ്വം രക്ഷിക്കുകയോ ചെയ്തു നന്ദേനെ. പിന്നീട് ഇതിന്റെ പേരിൽ ഗൗതം നന്ദേനെ ചീത്ത പറയുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്ത് നിന്നെ രക്ഷിച്ചെന്ന് ഓർത്തോണ്ട് എപ്പോഴും എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഫേവർ നിനക്ക് ഉണ്ടാവണമെന്നില്ല. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നീ എന്നോട് ചോദിക്കണമെന്ന്. പക്ഷെ ഇത് ഒരു വട്ടമല്ല നന്ദ, പല വട്ടമായി. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. നന്ദ പറഞ്ഞു, ഗൗതം സാർ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ചോദിക്കാതിരുന്നേ. അർജുനേട്ടന്റെ കാര്യത്തിന് വേണ്ടി പോയതുകൊണ്ടല്ലേ. ഒരു പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചോദിച്ചിട്ടേ ചെയ്യണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നീട് നന്ദി ഓർത്തു, തനിക്ക് വലിയ ആപത്തിനെ കുറിച്ചൊക്കെ പറയണോ? ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന്റെ തീരുമാനം എന്തായിരിക്കും? വേണ്ട, ഇപ്പൊ പറഞ്ഞാൽ മനസ്സ് വേദനിപ്പിക്കണ്ട. ബാലാജിയാണോ അതോ ഇനി ഇതിന്റെ പിന്നെ മറ്റാരോ ആണോ അറിയത്തില്ല. ബാലാജിയുടെ പേര് പറഞ്ഞ് തന്നെ തീർക്കാൻ മറ്റാരെങ്കിലും കൊട്ടേഷൻ കൊടുത്തു ആവാം. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗൗതം സാറിന്റെ വിഷമോ? വേണ്ട, ആരാന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മതി അറിയിക്കുന്നത്. തൽക്കാലം ഒന്നും പറയേണ്ടെന്ന് നന്ദ വിചാരിക്കുകയാണ്. പിന്നീട് ഗാഥ ഒരു വലിയ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് മഹേശന്. ഗാഥ മാത്രമല്ല കൊടുക്കണത്, ഗൗതമും കൊടുക്കുന്നുണ്ട്. പിറന്നാളാണല്ലോ, അപ്പൊ പിറന്നാൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ നന്ദയാണ് ആ പിറന്നാൾ ഗിഫ്റ്റ് ഗാഥയെ കൊടുത്തിട്ട് ഇത് അച്ഛന് കൊണ്ടേ കൊടുക്കുക, ഗാഥയുടെ സമ്മാനമായിട്ട് കൊണ്ടേ കൊടുക്കാൻ പറയാണ്. അങ്ങനെ ഗാഥ ഒരു പിറന്നാൾ സമ്മാനം തന്നെ മഹേഷിന് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗൗതമും കൊടുത്തു അച്ഛനൊരു പിറന്നാൾ സമ്മാനം. അങ്ങനെ മക്കൾ രണ്ടുപേരും ആ പിറന്നാൾ സമ്മാനം കൊടുക്കുക. പിന്നീട് നന്ദ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛന് രണ്ടുപേരും ഗിഫ്റ്റ് തന്നല്ലോ, ഗാഥയും തന്ന ഗിഫ്റ്റ് ഗൗതം സാറും ഗിഫ്റ്റ് തന്നു. ഒരു കാര്യം ചെയ്യേ, അവരുടെ രണ്ടുപേരുടെ നടക്കുന്നൊരു ഫോട്ടോ എടുക്കാൻ പറയാണ്. ഗിഫ്റ്റ് തന്നല്ലേ, ഈ വീട്ടിൽ വേറെ ആരും ഗിഫ്റ്റ് തന്നിട്ടില്ലല്ലോ, ഞാനൊരു ഫോട്ടോ എടുക്കാം. അച്ഛൻ അവരുടെ രണ്ടുപേരുടെ നടുക്ക് നിൽക്കാൻ പറയണം. മഹേശ്വരൻ്റെ ഒരു ഞെട്ടലുണ്ടായി. മഹേശ്വരൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്. കാരണം മഹേഷിന്റെ അടുത്താണ് ഗാഥയെ പിടിച്ചിരുത്തിയേക്കുന്ന. അപ്പൊ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുന്നല്ലേ, അപ്പൊ അതിൻ്റെതായ രീതിയിലൊരു പരിഗണനയൊക്കെ കൊടുക്കണമല്ലോ. മഹേഷിനും പക്ഷെ മനസ്സോടെ അവർ രണ്ടുപേരുടെ നടുക്ക് നിൽക്കേണ്ടി വന്നു. മഹേശ്വരനും ഗാഥയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഗൗതമൻ അറിയില്ല ഗാഥ ആരാന്നുള്ള കാര്യം. പിന്നീട് മഹേഷിന് എന്ത് ചെയ്യണം നിർത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നന്ദ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലെല്ലാവരെയും അറിയിക്കും. അതൊരു കാരണവശാലും നടന്നുകൂടാ. അപ്പൊ എന്തേലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് വാവച്ചനെ വിളിക്കണം. വാവച്ചനെ വിളിച്ചിട്ട്, നീ എവിടെയാണ് നിൽക്കണം? സാർ ഞാൻ ചെമ്പമേടില്ല. നീ അവിടെ സുഖിച്ചിരുന്നു, ഞാൻ ഇവിടെയാണ് മുള്ളുമേല നിൽക്കുന്നത്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ അവളെല്ലാം വിളിച്ചു പറയുന്ന ലക്ഷണമുണ്ട്. ആ നന്ദയുണ്ടല്ലോ,
എന്താ സാർ ഇങ്ങനെ തോന്നുന്നത്? ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്ക് ഒരു സമാധാനമില്ല ഗാഥ കാരണം. അവൾ ഇന്നൊരു ഗിഫ്റ്റ് ഒക്കെ എനിക്ക് കൊണ്ടുത്തന്നു. ഇപ്പം എല്ലാവരുടെയും കണ്ണിൽ അവൾ ഇവിടുത്തെ ഗസ്റ്റ് മാത്രമാണ്. പക്ഷെ നാളെ ഒരു ദിവസം അവള് ഈ കുടുംബത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കും അവൾ എൻ്റെ മോളാന്ന്. ആ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഒരിക്കലും സഹിക്കും. ലക്ഷ്മി മാത്രമല്ല, ഗൗതം എൻ്റെ ജീവിതം തകരൂടോ. ഇന്ത്യപരത്തിൽ ഇത്രയും കാലം ഞാൻ കെട്ടിപ്പൊക്കി ഉയർത്തിക്കൊണ്ട് വന്ന എൻ്റെ ആ പ്രതാപവും പ്രൗഢിയല്ല ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. എന്തെങ്കിലും താൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. ആവശ്യം സാറ് ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യാനാ, ഏത് സമയത്ത് ചെയ്യാനാ? ഇനി എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അവളിവിടുന്ന് എത്രയും പെട്ടെന്ന് ആട്ടി പായിക്കണം എന്ന് പറയാം. പിന്നെ വാവച്ചൻ പറഞ്ഞു ധൈര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വരൻ ഫോൺ കട്ട് ചെയ്യണം. പക്ഷെ ലക്ഷ്മി അമ്മയുടെ ഉള്ളിൽ ആദ്യമായിരുന്നു മഹേശ്വരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു ലക്ഷ്മി അമ്മയുടെ ഉള്ളിൽ കിടന്നേ. ഒരു പക്ഷേ ഇനിയിപ്പം ഗാഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമോ, മാനസിക പ്രശ്നങ്ങളൊക്കെ നന്ദ തന്നെ ഒന്ന് ഒളിച്ചു വെക്കുന്നതാണോ? നന്ദയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിൽ എല്ലാവരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. നന്ദ സ്വന്തമായിട്ടൊരു തീരുമാനമൊക്കെ എടുത്താ അവളുടെ തീരുമാനത്തെ മാറ്റണം. ഗാഥനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം അവളുടെ വീട്ടിലേക്ക്. പിന്നീട് നന്ദ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ നന്ദയുടെ കയ്യെ പിടിച്ചുകൊണ്ട് കൂടി വരുവാണ്. എന്താ അമ്മ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറയാം. എന്താ അമ്മ പറഞ്ഞു? അല്ല അവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിന്ന് നിൽക്കണം? ആര്? ആ ഗാഥേനെ? അതല്ല അമ്മ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ദിവസം അവളിവിടെ ഉണ്ടാവും, അതിനുശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് പൊക്കോളൂന്ന് പറയാം. അതെ, അവൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് പറയാം. അതെന്താ? അല്ല അവൾക്ക് മാനസിക പ്രശ്നമുള്ള കുട്ടിയല്ലേ, അവൾ ഇവിടെ നിർത്തുന്നത് ശരിയാണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നന്ദയിലൊരു ഞെട്ടനടെ. മാനസിക പ്രശ്നം പെട്ടെന്നാണ് ആ കാര്യം ലക്ഷ്മിയമ്മ ഓർത്തെ. മഹേശ്വരൻ ആരോടും പറയില്ലെന്ന് പറഞ്ഞ പെട്ടെന്ന് നന്ദയുടെ ആ ഒരു ദേഷ്യത്തിലും സങ്കടത്തിലും അങ്ങോട്ട് പറഞ്ഞു പോയതാ. അല്ല അത് പിന്നെയെന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ അവിടെ കിടന്ന് പതറുവാണ്. നന്ദ ചോദിച്ചു, എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ അച്ഛനാണോ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. നന്ദയ്ക്ക് മനസ്സിലായി അച്ഛൻ അടുത്ത ഡ്രാമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗാഥനെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ളേ. ഒരു കാരണവശാലും അത് അനുവദിച്ചുവിടാം. ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ, ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന. ഗാഥയ്ക്കൊരു പ്രശ്നമില്ല, ഗാഥയുടെ അമ്മയ്ക്കും ആർക്കും ഒരു പ്രശ്നമില്ല. ഇതൊരു പക്ഷേ ഗാഥേനെ തകർക്കാൻ വേണ്ടി ആരോ പറഞ്ഞുണ്ടാക്കിയ കഥ. അമ്മ ഇതൊന്നും വിശ്വസിക്കില്ല. എനിക്ക് അമ്മേനെ വിശ്വാസമാണ്, അമ്മയ്ക്ക് എന്നെയും വിശ്വാസമില്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഗാഥനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമോ? അവിടെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് കുറച്ച് ദിവസം താമസിക്കാനായിട്ട് ഇടം വേണം. അതുകൊണ്ട് അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അമ്മയുടെ മോള് ഈ ഇന്ത്യവരത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിക്കണം. ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മോളെ, പക്ഷെ എനിക്കെന്തോ മനസ്സിനൊരു സമാധാനം തോന്നില്ല. എന്തോ വരാൻ പോകുന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നുമെന്ന് പറയണം. നന്ദയ്ക്ക് സങ്കടം വന്നു ലക്ഷ്മിയമ്മയുടെ കാര്യം ഓർത്തിട്ട്. പക്ഷെ സത്യങ്ങൾ ഇപ്പൊ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. നന്ദ പറഞ്ഞു, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഗാഥനെ കൊണ്ട് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവൾ ഇങ്ങനെ ഒരു മുറിയിൽ കഴിഞ്ഞോളും. അവളൊരു സാധു അമ്മ മാത്രമേ ഉള്ളൂ അവൾക്ക്. അവള് കുറച്ച് ദിവസത്തേന് ഇവിടെ കാണുമെന്ന് പറയണം. പിന്നെ ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ നന്ദ ആയതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയുടെ മനസ്സ് വേദനിച്ചാലോ. അവൾ ചീത്തയായിട്ടൊരു കാര്യം ചെയ്യത്തില്ലെന്നറിയാം. അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് പോവാണ്. നന്ദയ്ക്ക് മനസ്സിലായി ഇവിടെ ഗാഥയുടെ നിൽപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 4 പാടുന്ന അറ്റാക്ക് ഉണ്ടാവും, പിങ്കിയായിട്ടും മോഹിനിയായിട്ടും എല്ലാവരും ആയിട്ട്. പക്ഷെ അവിടെ അടുത്ത് ഗാഥയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നന്നായിട്ട് വിൽ പവർ ഉണ്ടായേ തീരുള്ളൂ. അങ്ങനെ അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേനും അവളുടെ മനസ്സിനുള്ള ശക്തി വേണം. പിന്നീട് നന്ദ നേരെ ഗാഥയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗാഥേനെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ഓരോരുത്തരുടെ സ്വഭാവത്തെക്കുറിച്ചും അവർ പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് ഗാഥയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന് ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ വരും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.